2024 ജൂൺ 16 മുതൽ ജൂൺ 22 വരെ, അതായത് മലയാള മാസം 1199 ആണ്ട്, മിഥുനം 2 മുതൽ 8 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച ജന്മത്തിൽ കുജനും ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് ആദിത്യനും ശുക്രനും ബുധനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. വാക്കുപാലിക്കാൻ സാധിക്കും. സഭയിൽ അംഗീകാരം ലഭിക്കും. ദുഷ്ചെലവ് വരാതെ ശ്രദ്ധിക്കുക. അനുഭവ ഗുണം വർദ്ധിക്കും. ധനാഗമം ഉണ്ടാകും. അലങ്കാര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. വാഹനം, ഗൃഹോപകരണം എന്നിവ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും. തൊഴിൽ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. രോഗശമനം ഉണ്ടാകും. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായി സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് ആദിത്യനും ശുക്രനും ബുധനും കർമ്മസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന കാലമാണ്. ജന്മവ്യാഴകാലമായതിനാൽ വാക്കിലും പ്രവൃത്തിയിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. മനസ്സുഖം കുറയും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. പനി മുതലായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങളും ഐശ്വര്യവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സഞ്ചാര തടസ്സമുണ്ടാകും. ശത്രുഭയം വർദ്ധിക്കും. ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും ഏൽപ്പിച്ച ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതിയും ശിവപ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ഈ ആഴ്ച ജന്മത്തിൽ രവിയും ശുക്രനും ബുധനും ഭാഗ്യസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് ചൊവ്വയും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. കോപം വർദ്ധിക്കും. മൃഷ്ടാന്ന ലാഭവും ഭാര്യാസുഖവും പ്രതീക്ഷിക്കാം. വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കുക. ബന്ധുഗുണം കുറയും. പിതാവിനോ പിതൃതുല്യർക്കോ അരിഷ്ടത ഉണ്ടായേക്കാം. അധികാരികളുടെ അംഗീകാരത്തിനോ അതുവഴി ധനലാഭത്തിനോ സാധ്യതയുണ്ട്. യാത്രാക്ലേശത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവഭജനവും മഹാവിഷ്ണു ഭജനവും നടത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശനിയും കർമ്മത്തിൽ ചൊവ്വയും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ആദിത്യനും ബുധനും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദുഷ്ചെലവുണ്ടാകും. രോഗദുരിതങ്ങൾ വർദ്ധിക്കും. ബന്ധുഗുണം കുറയും. ശത്രുശല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അഭീഷ്ടകാര്യ സിദ്ധിയും പുത്രലാഭവും ഉണ്ടായേക്കാം. പല പ്രകാരത്തിലുള്ള ധനലാഭവും വസ്ത്രാഭരണ സിദ്ധിയും ഉണ്ടാകും. കാര്യതടസ്സം അനുഭവപ്പെടും. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശിവപ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും കർമ്മത്തിൽ വ്യാഴവും ലാഭസ്ഥാനത്ത് സൂര്യനും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യവിജയം, അനാരോഗ്യം, ദുഃഖം എന്നിവയ്ക്ക് യോഗമുണ്ട്. അലച്ചിലും ദൂരദേശയാത്രയും വേണ്ടിവരും. ശരീരത്തിന് ബലക്കുറവും ധാതുക്ഷയവും ഉണ്ടാകും. ഭാഗ്യവർധന പ്രതീക്ഷിക്കാം. ജോലിഭാരം വർദ്ധിക്കും. ആഴ്ച അവസാനത്തോടെ സ്ഥാനലബ്ധി, ധനാഗമം എന്നിവ ഉണ്ടാകും. വിദ്യാലാഭം, കുടുംബസുഖം, സുഖഭോജനം, സുഗന്ധദ്രവ്യ ലാഭം എന്നിവയും പ്രതീക്ഷിക്കാം. ദോഷഫലങ്ങൾ കുറയാൻ ശാസ്താപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ ചൊവ്വയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മത്തിൽ സൂര്യനും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖവർദ്ധനവ്, ശത്രുനാശം, രോഗശാന്തി എന്നിവയുണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ആജ്ഞാശക്തി, സാമർഥ്യം എന്നിവ വർദ്ധിക്കും. കർമ്മ പുരോഗതി ഉണ്ടാവും. സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. കളത്രസുഖവും ശത്രുനാശവും പ്രതീക്ഷിക്കാം. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക.
ദോഷപരിഹാരാർത്ഥം ഗണപതി ഭജനവും സുബ്രഹ്മണ്യ ഭജനവും നടത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും ബുധനും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഇവർക്ക് ഈ ആഴ്ച ഭാഗ്യസിദ്ധി, മൃഷ്ടാന്നലാഭം, ശയനസുഖം എന്നിവ കാണുന്നു. വാതരോഗങ്ങൾ അലട്ടിയേക്കാം. ധർമ്മപ്രവർത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. പുത്രന്മാർക്ക് രോഗാരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. കോപം നിയന്ത്രിക്കണം. അഷ്ടമവ്യാഴം നടക്കുന്ന കാലമാകിയാൽ മഹാവിഷ്ണു പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് ചൊവ്വയും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ സൂര്യനും ബുധനും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഈ ആഴ്ച സന്തോഷാനുഭവങ്ങൾക്കും ധനവർദ്ധനവിനും ബന്ധുസമാഗമത്തിനും സാധ്യത കാണുന്നുണ്ട്. ചെലവുകൾ നിയന്ത്രിക്കണം. മാനസിക സമ്മർദ്ദം വർദ്ധിച്ചേക്കാം. ഭാഗ്യസിദ്ധി ഉണ്ടാകും. രോഗങ്ങൾ ശമിക്കും. സ്ത്രീകൾ നിമിത്തം വിഷമങ്ങൾ ഉണ്ടായേക്കാം. പുത്രലാഭം ഉണ്ടാകാം. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകുവാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ശിവപ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് ചൊവ്വയും ശത്രുസ്ഥാനത്ത് വ്യാഴവും സപ്തമത്തിൽ സൂര്യനും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ഇവർക്ക് സഹോദര ഗുണം, ആരോഗ്യവർദ്ധനവ്, സർവാഭീഷ്ടസിദ്ധി എന്നിവ ഉണ്ടാകും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യം കുറയും. യാത്രാക്ലേശവും ഉറക്കമില്ലായ്മയും അലട്ടും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതിയും ഗണപതി പ്രീതിയും ശിവപ്രീതിയും വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും സുഖസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ആദിത്യനും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന കാലമാണ്. സഞ്ചാരത്തിനും സ്വജനവിരഹത്തിനും സാധ്യതയുണ്ട്. ബന്ധുഗുണം കുറയും. സ്ഥാനഭ്രംശത്തിന് സാധ്യതയുള്ളതിനാൽ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരരോഗത്തിന് സാധ്യത കാണുന്നു. സജ്ജന സംസർഗത്തിനും സർക്കാർ ആനുകൂല്യങ്ങൾക്കും സാധ്യതയുണ്ട്. രോഗം ശമിക്കും. ശത്രുനാശം ഉണ്ടാകും. ഒറ്റപ്പെടൽ അനുഭവിക്കും. ഉന്നതന്മാരുടെ സഹകരണം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സഹോദരസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് സൂര്യനും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. വിജയവും ധനപരവും ശത്രുനാശവും സന്തോഷവും ഉണ്ടാകും. സുഖഹാനിക്ക് സാധ്യതയുണ്ട്. നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാവൂ. ജപധ്യാനാദികൾക്ക് മുടക്കം വരാൻ സാധ്യതയുണ്ട്. ഗുരുജനങ്ങളുടെ അനുഗ്രഹം സിദ്ധിക്കും. മനസ്സിന് സ്വസ്ഥത കുറയും. ദോഷഫലങ്ങൾ അകലാൻ ശിവപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് കുജനും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് രവിയും ബുധനും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യാദികൾക്ക് വിഘ്നം, അലച്ചിൽ, മനപ്രയാസം എന്നിവ ഉണ്ടാകും. ധനം വർദ്ധിക്കും. പലവിധ സുഖാനുഭവങ്ങളും ബന്ധുഗുണവും പ്രതീക്ഷിക്കാം. സന്താനലാഭത്തിനും ഗുരുജനപ്രാപ്തിക്കുമുള്ള യോഗം കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താഭജനം, മഹാവിഷ്ണു ഭജനം, ശിവഭജനം എന്നിവ നടത്തുക.